എന്താണ് ഒരു ചർച്ച? അല്ല, നീ കോട്ടയത്തേക്ക് സ്ഥലം മാറി പോകുമ്പോഴേ മാമനും കൂടെ വരാന്ന് പറയായിരുന്നു. ഓ അത് ശരി. അപ്പൊ അമ്മേ? അയ്യോ, ഞാനെങ്ങും വരുന്നില്ല. മരിക്കുന്നവരെ ഞാൻ ഈ മണ്ണി കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊക്കെ പോയി. അല്ല, അമ്മ വരുന്നില്ല, പിന്നെ ഞാനും പോകുന്നില്ല അമ്മ. പിന്നെ അങ്ങനെ പോകാതിരിക്കാനൊക്കെ ഗവൺമെന്റിന്റെ നിശ്ചയമല്ലേ, അത് കണക്ക് ചെയ്യണ്ടേ? അമ്മ ഇല്ലാത്ത ഞാൻ പോയിട്ടൊന്നും കാര്യം. അങ്ങനെ പോകാണ്ടിരുന്ന ജോലി പോലേ? ജോലി പോണേ പോട്ടെ. എടാ, എത്ര പേരറിയ ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കാണ്. അതൊന്നും കളഞ്ഞിട്ട് വേണ്ട. എന്നിട്ട് എന്തിനാ അവന്റെ പോലെ തെക്കും മടക്കം നടക്കാനാ? അതല്ല, എനിക്ക് അമ്മ പറയണപ്പുറം ചെയ്യാൻ പറ്റില്ല. അമ്മ വരുന്നുണ്ടോ? കോട്ടയത്തേക്ക് അമ്മ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ഞാനും എനിക്ക് പോകുന്നില്ല. എന്തുവായിട്ടാ ഇത്? പിന്നെ പോവണ്ടേ? എന്തിന്? അമ്മ വരും. തൽക്കാലം അവരിവിടെ നിൽക്കട്ടെ. നീ ക്വാർട്ടേഴ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ അവരെയും കൂട്ടിയിട്ട് പോയിട്ട് നിൽക്കാൻ നോക്ക്. വെറുതെ അവന്റെ പോലെ വാശി പിടിക്കണ്ട. കോട്ടേഴ്സ് എന്തിന്? അങ്ങോട്ട് പോകണമെങ്കിലല്ലേ കോട്ടേഴ്സിന്റെ ആവശ്യമുള്ളൂ. പോണ്ട പിന്നെ. ഞാൻ പോണില്ല. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുതിട്ടാ. എന്നോട് ആരാ ആലപ്പുഴ ജോലി ചെയ്യാൻ പറഞ്ഞത്? സർക്കാർ പറഞ്ഞു. നീ പോയി ചെയ്തില്ലേ? ചെയ്തു. തിരിച്ചിങ്ങോട്ട് വരാൻ പറഞ്ഞ ആരാ? സർക്കാർ. ഇപ്പൊ കോട്ടയത്തേക്ക് പറഞ്ഞ ആരാ? സർക്കാർ. അവര് തന്നെ പറയുന്നത് പോണ്ടെന്ന്. പോണ്ട. അമ്മ എനിക്കിപ്പോ ഫോൺ വന്നു ഓഫീസിൽ നിന്ന് മരവിപ്പിച്ചോണ്ട് ട്രാൻസ്ഫർ മരവിപ്പിച്ചു. സർവശക്താ, നീ രക്ഷിച്ചു. പ്രാർത്ഥിച്ച് ശരിയായി കളഞ്ഞ്. നീ സത്യമാണോ പറയുന്നത്? കള്ളം പറയുവാണെങ്കിൽ ഞാനേ മോളുടെ സ്കൂളിന്റെ കാര്യം ട്രാൻസ്ഫറിന് വേണ്ടി വിളിച്ചോണ്ട് ഒരുക്കിയായിരുന്നു സാറിനെ. സംസാരിച്ചോണ്ടിരിക്കും, ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനത് കട്ട് ചെയ്തിട്ട് ഓഫീസിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോഴാ പറയുന്നത് ട്രാൻസ്ഫർ മരവിപ്പിച്ചെന്ന്. ഇങ്ങോട്ട് വാ. അല്ലടാ, ഇതിപ്പോ ഇത്ര പെട്ടെന്ന് ഇപ്പൊ എങ്ങനെ ഈ ട്രാൻസ്ഫർ ആയത് പിന്നെ മരയിപ്പിക്കണേ? എനിക്ക് അറിഞ്ഞൂടെ. ഞാനെന്തായാലും മക്കളെ, ഞാൻ പോണില്ല. ഞാൻ പോണില്ലാന്ന്. ഞാൻ പോണേ പോവാ. എന്താന്ന് പറയും? അവനോടുള്ള വാശിക്ക് ജോലി കളഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പോവാണെന്ന്. വേണ്ടടാ, ജോലിക്ക് പോക്കോ. എന്റെ ട്രാൻസ്ഫർ ഒക്കെ മരവിപ്പിച്ചു. സത്യാണോ? പിന്നെ ഇപ്പൊ എനിക്ക് ഫോൺ വന്നില്ലേടി. അപ്പൊ പിന്നെ ഇന്നല്ലേ ഇതെല്ലാം ഇവര് തന്നെ പറ. അവര് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞ് നിൽക്കണം, ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് പോകണമെങ്കിൽ അത്ര നല്ലതല്ലേ. ഞാൻ അമ്പിളിക്കുട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പിളിക്കുട്ടി പറഞ്ഞു എങ്ങനെയെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ഷനൊക്കെ അവിടെ സമയമല്ലേ, അപ്പൊ കുറച്ച് സ്വാധീനം നടക്കും. അവന്റെ പാർട്ടിയുടെ യൂണിയനിലെ മെമ്പർ കൂടെ ആണല്ലോ. അതാടാ, ഒരു യൂണിയനിലൊക്കെ ചേരണം പറഞ്ഞു. ഇത്ര അബദ്ധം വരുമ്പോഴാണ് ഗുണം മനസ്സിലായ. അമ്പിളിക്കൂട്ടൻ ഓ, ഇനി മുടി മുട്ടടിക്കണ്ടല്ലോ.